സംസ്ഥാനത്ത് ഇരട്ട വോട്ടുള്ളവർക്ക് പുതിയ തിരിച്ചറിയൽ നമ്പർ നൽകിയത് വ്യാപകം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പുതിയ തിരിച്ചറിയൽ നമ്പർ നൽകിയത്. കോഴിക്കോട് കോർപ്പറേഷനിലും പല പഞ്ചായത്തുകളിലെയും ഇരട്ട വോട്ടർമാർക്കും പുതിയ നമ്പർ ലഭിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി. വോട്ടർ പട്ടികയിൽ നിന്ന് എപ്പിക് നമ്പർ ഒഴിവാക്കി പുതിയ തിരിച്ചറിയൽ നമ്പർ നൽകിയതോടെ ഇരട്ട വോട്ട് കണ്ടുപിടിക്കാനും കഴിയാത്ത സാഹചര്യമാണുള്ളത്. മുഹമ്മദ് അസ്ലം വിശദാംശങ്ങൾ നൽകും. അസ്ലം, ഈ ഇരട്ട വോട്ടിനുള്ള അംഗീകാരമായിട്ട് കാണണമോ ഈ തിരിച്ചറിയൽ നമ്പർ? എങ്ങനെയാണ് ഈ തിരിച്ചറിയൽ നമ്പറിലേക്ക് കമ്മീഷൻ എത്തുന്നത്? എന്താണ് അതിന്റെ സാഹചര്യം? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ വോട്ടർ പട്ടിക ഇറക്കിയതോടെ തന്നെ ആദ്യ കരടിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ നിരവധി പരാതികൾ ഉയർന്നു. ഇരട്ട വോട്ടുകളൊന്നും പരിഹരിക്കപ്പെട്ടില്ല എന്നുള്ള പരാതികൾ വരുന്നു. ഇതിനിടയ്ക്കാണ് ഒരു പുതിയ തിരിച്ചറിയൽ നമ്പർ എല്ലാവർക്കും നൽകുമെന്ന പ്രഖ്യാപനം വരുന്നത്. അത് നൽകിക്കൊണ്ടാണ് പുതിയ കരട്, അതായത് വീണ്ടും പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അന്തിമമാക്കി വിജ്ഞാപനം, അതിന്റെ വോട്ടർ പട്ടിക വീണ്ടും കരടായി പ്രസിദ്ധീകരിച്ചു. അത് നോക്കുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ നേരത്തെ എപ്പിക് നമ്പറുകൾ ഉണ്ടായിരുന്നു. അതായത് ഐഡന്റിറ്റി, നമ്മളെ വോട്ടേഴ്സ് ഐ ഡി കാർഡിൽ എപ്പിക് നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ വോട്ടർമാരെ നോക്കിയിരുന്നെങ്കിൽ ആ എപ്പിക് കാർഡിനെല്ലാം നമ്പരെല്ലാം മാറ്റിക്കൊണ്ട് ഇപ്പോൾ പുതിയ തിരിച്ചറിയൽ നമ്പറാണ് എല്ലാവർക്കും നൽകിയിരിക്കുന്നത്. ഇതെങ്ങനെ, ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ കുറേ ഇരട്ട വോട്ട് നേരത്തെ കണ്ടുപിടിച്ചിരുന്നത്. ഉദാഹരണം കോഴിക്കോട് കോർപ്പറേഷനിലെ മാങ്കാവ് വാർഡിലും അരീക്കാട് നോർത്ത് വാർഡിലും വോട്ടുള്ള ഒരു ഉസൈബ എന്നുള്ളൊരു വ്യക്തിയുണ്ട്. അവർക്ക് ഒരു ID കാർഡായിരുന്നു, ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ID കാർഡിനുണ്ടായിരുന്നു. MLB 21433303 എന്ന് പറയുന്ന നമ്പറേ ഉണ്ടായിരുന്നു. അതായത് അവർക്ക് ഒരേ ID കാർഡിൽ തന്നെ ഒരു വ്യക്തിക്ക് തന്നെ 2 സ്ഥലത്ത് വോട്ടുണ്ടായിരുന്നു. പുതിയ തിരിച്ചറിയൽ നമ്പർ വന്നതോടുകൂടി ഇവർക്ക് ഈ ഒരാൾക്ക് തന്നെ 2 നമ്പർ വന്നു. അതായത് SCC എന്ന് തുടങ്ങുന്നതാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ പുതിയ തിരിച്ചറിയൽ നമ്പർ. ആ SCC ഉള്ള 2 നമ്പർ അവർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ ഇവർക്ക് 2 വാർഡിലും വോട്ട് ഇപ്പോൾ സ്ഥിരപ്പെട്ട അവസ്ഥയായി. കാരണം പഴയ എപ്പിക് നമ്പർ മാറി, അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, അതേസമയം തന്നെ പുതിയ നമ്പരും ഉണ്ടാവും. അതായത് ഒരു ആൾക്ക് തന്നെ ഒന്നും അതിലധികം 1, 2, 3 നമ്പറുള്ള രീതി. അതായത് ആരൊക്കെയാണോ ഇരട്ട വോട്ടർ ഉണ്ടായിരുന്നത് അവർക്കൊക്കെ തന്നെ പുതിയ നമ്പർ കിട്ടിയോടുകൂടി തന്നെ എല്ലാ സ്ഥലത്തും അവർക്ക് വോട്ട് ചെയ്യാൻ, ചലഞ്ച് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് മാറി. ഇത് നേരത്തെ ഈ ഇരട്ട വോട്ട് തിരിച്ചറിഞ്ഞിരുന്നത് ഈ വോട്ടേഴ്സിന്റെ ID കാർഡും മറ്റുമൊക്കെ വെച്ചിട്ടായിരുന്നു. അതായത് ID കാർഡ്, ഒരു ID കാർഡുള്ള ആളിന് തന്നെ ഒരേ ആളിന് തന്നെ 2 വോട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ ഒരു കോർപ്പറേഷനിൽ വോട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നത്. ഇപ്പോൾ ആ പഴയ എപ്പിക് നമ്പർ കംപ്ലീറ്റ് വോട്ടേഴ്സ് ID നിന്ന് മാറ്റി. പകരം ഈ പുതിയ SCC നമ്പർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സെർച്ച് ചെയ്താൽ സ്വാഭാവികമായിട്ടും SCC നമ്പറിൽ ഒരാൾക്ക് ഒരു വോട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേസമയം ഇരട്ട വോട്ടുള്ള ആൾക്കാർക്ക് തന്നെയും പുതിയ നമ്പർ ലഭിക്കുകയും ചെയ്തു. തുടക്കത്തിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള ആശങ്ക ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നല്ല ശബരിനാഥും ഈ കാര്യം ഉന്നയിച്ചു. നമ്മളത് തിരുവനന്തപുരത്തെ കാര്യം ഉദാഹരണം മാത്രമാണെങ്കിൽ നമ്മളിപ്പോൾ നോക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ കുറേ നാളായി നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഇരട്ട വോട്ടർമാർക്ക് ആ വിഷയം ഒന്നുകൂടെ നമ്മൾ പരിശോധിച്ചപ്പോഴാണ് അവർക്കൊക്കെ തന്നെ വീണ്ടും പുതിയ നമ്പറുകൾ ലഭിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പുതിയ തിരിച്ചറിയൽ നമ്പർ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇരട്ട വോട്ട് ചേർത്തവർക്ക് മാത്രമാണെന്ന് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. ഈ പുതിയ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് തന്നെ പരാതിക്ക് ഇടയാക്കിയതിന് ശേഷം വീണ്ടും ഒരു പരിശോധനയിലേക്ക് വന്നതാണ്. അത് കോടതി കയറുമോ എന്ന സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇത് ഒരു ഉദാഹരണം മാത്രമല്ല, നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ എടുത്ത് നോക്കിയിരുന്നു. അതായത് നേരത്തെ ഇരട്ട വോട്ടാണെന്ന് കണ്ടുപിടിച്ച് വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ അവർക്കൊക്കെ തന്നെയും ഓരോ പുതിയ തിരിച്ചറിയൽ നമ്പറുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടേഴ്സ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അവരെ ചലഞ്ച് ചെയ്യുന്നതിന് പരിമിതി ഉണ്ടാകും. കാരണം അവർക്കൊക്കെ ഓരോ നമ്പറാണെന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് വരുന്നത്. എന്തായാലും ഇരട്ട വോട്ടിന് അംഗീകാരം നൽകുന്ന രീതിയിലായിപ്പോയി പുതിയ തിരിച്ചറിയൽ നമ്പർ എന്നുള്ള ഒരു വിമർശനമുണ്ട്. അതിന് കൂടുതൽ തെളിവുകളാണ് നമുക്ക് പല ജില്ലകളിൽ നിന്നായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്.